പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ. ഞാൻ ഡാനിയലച്ചൻ. വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ ഒരു മനോഹര യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ 73 ഗ്രന്ഥങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റ പ്രമേയമായി വായിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന വായനാ സഹായിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഈ റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ biyindia.com/malayalam എന്ന ലിങ്കിൽ അത് ലഭ്യമാണ്. ഇന്ന് 225-ാമത്തെ ദിവസം. ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ ജെറമിയ അധ്യായം 2, എസെക്കിയേൽ അധ്യായം 28, സുഭാഷിതങ്ങൾ അധ്യായം 14, വാക്യങ്ങൾ 9 മുതൽ 12 വരെ. POC മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. നമുക്ക് വചനം വായിച്ചു തുടങ്ങാം. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. ജെറമിയ അധ്യായം 2. ഇസ്രായേലിൻ്റെ അവിശ്വസ്തത. കർത്താവിൻ്റെ വചനം എന്നോട് വന്ന് പറഞ്ഞു, നീ പോയി ജെറുസലേം കേൾക്കെ ഇപ്രകാരം വിളിച്ചു പറയുക. കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്നെ നിന്റെ യൗവനത്തിലെ വിശ്വസ്തത, വധുവിനടുത്ത സ്നേഹം, മരുഭൂമിയിലെ വിതയ്ക്കപ്പെട്ടിട്ടില്ലാത്ത നാട്ടിൽ നീ എന്നെ അനുഗമിച്ചത് ഞാൻ ഓർമ്മിക്കുന്നു. ഇസ്രായേൽ കർത്താവിന് വിശുദ്ധമായിരുന്നു, അവിടുത്തെ വിളവിൻ്റെ ആദ്യഫലം. അവനെ വിഴുങ്ങുന്നവരെല്ലാം തെറ്റുകാരാകും, നാശം അവരുടെ മേൽ വന്ന് ഭവിക്കും. കർത്താവിൻ്റെ അരുളപ്പാട്. യാക്കോബിൻ്റെ ഭവനമേ, ഇസ്രായേൽ ഭവനത്തിലെ സകല ഭവനങ്ങളുമേ, കർത്താവിൻ്റെ വചനം കേൾക്കുവിൻ. കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ എന്നിൽ എന്തനീതി കണ്ടിട്ടാണ് എന്നിൽ നിന്ന് അകന്നുപോയത്. മിഥ്യയെ അനുധാവനം ചെയ്ത് അവർ വിലകെട്ടവരായിരിക്കുന്നു. ഞങ്ങളെ ഈജിപ്ത് നാട്ടിൽ നിന്ന് ഉദ്ധരിച്ച് ഊഷരവും ഗർത്തം നിറഞ്ഞതുമായ പ്രദേശത്തുകൂടെ, വരണ്ടതും മരണനിഴലുള്ളതുമായ ദേശത്തുകൂടെ, ഒരുവനും കടന്നു പോകാത്തതും മനുഷ്യൻ വസിച്ചിട്ടില്ലാത്തതുമായ ഇടത്തിലൂടെ, മരുഭൂമിയിലൂടെ ഞങ്ങളെ നയിച്ച കർത്താവ് എവിടെയെന്ന് അവർ ചോദിച്ചില്ല. ഫലപുഷ്ടിയുള്ള ഒരു ദേശത്തേക്ക് അതിൻ്റെ ഫലവും ഗുണവും അനുഭവിക്കാൻ ഞാൻ നിങ്ങളെ കൊണ്ടുവന്നു. എന്നാൽ നിങ്ങൾ വന്ന് എൻ്റെ ദേശം മലിനമാക്കി, എൻ്റെ അവകാശം നിന്ദ്യമാക്കി തീർത്തു. കർത്താവ് എവിടെയെന്ന് പുരോഹിതന്മാർ ചോദിച്ചില്ല. നിയമം കൈകാര്യം ചെയ്യുന്നവർ എന്നെ അറിഞ്ഞില്ല. ഇടയന്മാർ എന്നെ ധിക്കരിച്ചു, പ്രവാചകന്മാർ ബാലിനെ കൊണ്ട് പ്രവചിച്ചു. പ്രയോജനം ചെയ്യാത്തവയുടെ പിറകെ അവർ പോയി. അതുകൊണ്ട് ഞാൻ ഇനിയും നിങ്ങളോട് കലഹിക്കും. കർത്താവിൻ്റെ അരുളപ്പാട്. നിങ്ങളുടെ മക്കളുടെ മക്കളോടും ഞാൻ കലഹിക്കും. നിങ്ങൾ കിത്തീം ദ്വീപുകളിൽ കടന്നു നോക്കുവിൻ. കേദാറിൽ ആളയച്ച് നിങ്ങൾ നന്നായി മനസ്സിലാക്കുവിൻ. ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവിൻ. അവ ദൈവങ്ങളല്ലാതിരുന്നിട്ട് പോലും ജനതകൾ ദൈവങ്ങളെ മാറിയിട്ടുണ്ടോ? എന്നാൽ പ്രയോജനം ചെയ്യാത്തവയ്ക്ക് വേണ്ടി എൻ്റെ ജനം അതിൻ്റെ മഹത്വം വെച്ചു മാറിയിരിക്കുന്നു. ആകാശങ്ങളെ, നിങ്ങൾ ഇതേക്കുറിച്ച് നടുങ്ങുവിൻ, സംഭ്രമിക്കുവിൻ, അതിയായി വിസ്മയിക്കുവിൻ. കർത്താവിൻ്റെ അരുളപ്പാട്. എന്തെന്നാൽ എൻ്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു. ജലം ഉൾക്കൊള്ളാൻ കഴിയാത്ത കിണറുകൾ, പൊട്ടക്കിണറുകൾ തങ്ങൾക്കായി കുഴിച്ചുകൊണ്ട് ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. ഇസ്രായേൽ അടിമയാണോ? അതോ അവൻ വീട്ടിൽ ജനിച്ചവനാണോ? എന്തുകൊണ്ടാണ് അവർ കൊള്ള മുതലായി തീർന്നിരിക്കുന്നത്? അവൻ്റെ നേരെ സിംഹങ്ങൾ ഗർജിച്ചു, അവ അലറി. അവൻ്റെ നാട് അവ ശൂന്യമാക്കി തീർത്തു. ഒരു നിവാസിയുമില്ലാത്ത വിധം അവൻ്റെ നഗരങ്ങൾ നശിപ്പിക്കപ്പെട്ടു. മെംഫീസ്യരും തഹ്ഫനീസ്യരും നിന്റെ ഉച്ചിയിൽ മേഞ്ഞു. നിന്റെ ദൈവമായ കർത്താവ് വഴിയിൽ നിന്നെ നയിച്ച നേരത്ത് അവിടുത്തെ ഉപേക്ഷിക്കുക വഴി നീ ഇത് സ്വയം വരുത്തിവെച്ചതല്ലേ? എന്നാൽ ഇപ്പോൾ ഈജിപ്തിൻ്റെ വഴിയിൽ പോകുന്നത് കൊണ്ട് നിനക്കെന്ത് ഗുണം? ഷീഹോറിലെ വെള്ളം കുടിക്കാനോ? അസീറിയായുടെ വഴിയിൽ പോകുന്നത് കൊണ്ട് നിനക്കെന്ത് ഗുണം? നദിയിലെ വെള്ളം കുടിക്കാനോ? നിന്റെ ദുഷ്ടത നിന്നെ ശിക്ഷാവിധേയമാക്കും. നിന്റെ അവിശ്വസ്തതകൾ നിന്നെ കുറ്റപ്പെടുത്തും. നിന്റെ ദൈവമായ കർത്താവിനെ നീ ഉപേക്ഷിക്കുന്നത് ദോഷകരവും കയ്പ് നിറഞ്ഞതുമാണെന്ന് കണ്ടറിയൂ. എന്നെക്കുറിച്ചുള്ള ഭയം നിന്നിലില്ല. സൈന്യങ്ങളുടെ കർത്താവായ നാഥൻ്റെ അരുളപ്പാട്. ഞാൻ പണ്ടേ നിന്റെ നുകമൊടിച്ചു, ഞാൻ നിന്റെ കെട്ടുകൾ പൊട്ടിച്ചു. പക്ഷെ ഞാൻ സേവിക്കുകയില്ല എന്ന് നീ പറഞ്ഞു. കാരണം ഓരോ ഉയർന്ന കുന്നിൻ മുകളിലും ഓരോ പച്ചമരച്ചുവട്ടിലും വേശിയായി നീ വഴങ്ങിയിരുന്നു. എന്നിട്ടും ഞാൻ നിന്നെ വിശിഷ്ട മുന്തിരിച്ചെടിയായി എല്ലാം തികഞ്ഞ വിത്തായി നട്ടു. പിന്നെ എങ്ങനെ നീ ദുഷിച്ച കാട്ടുമുന്തിരിയായി മാറി? കാരത്തിൽ കഴുകിയാലും ധാരാളം സോപ്പ് ഉപയോഗിച്ചാലും
മായാത്ത കറയായി നിന്റെ കുറ്റം എൻ്റെ മുമ്പിലുണ്ട്. നാഥനായ കർത്താവിൻ്റെ അരുളപ്പാട്. ഞാൻ എന്നെ തന്നെ മലിനയാക്കിയിട്ടില്ല, ബാൽദേവന്മാരുടെ പിറകെ പോയിട്ടില്ല എന്ന് പറയാൻ നിനക്ക് എങ്ങനെ സാധിക്കും? താഴ്വരയിലെ നിന്റെ വഴി കാണുക, നീ വർത്തിച്ചതെങ്ങനെയെന്ന് അറിയുക. തൻ്റെ വഴിയിൽ മതിച്ചു നടക്കുന്ന ഒരു പെണ്ണൊട്ടകമോ നീ? മരുഭൂമിയിൽ പരിചയിച്ച ഒരു കാട്ടുകഴുത. തൻ്റെ ആസക്തിയിൽ അവൾ ചവിട്ടി മെതിച്ചു നടക്കുന്നു. ഇണചേരാനുള്ള അവരുടെ ആസക്തി ആർക്ക് മാറ്റാനാകും? അവളെ അന്വേഷിക്കുന്നവർ ക്ഷീണിക്കുകയില്ല. അവരുടെ മൈഥുനമാസത്തിൽ അവർ അവളെ കണ്ടെത്തും. നിന്റെ പാദം നഗ്നമാകാതിരിക്കാനും തൊണ്ട വരണ്ടുപോകാതിരിക്കാനും സൂക്ഷിക്കുക. എന്നാൽ അത് പ്രശ്നമല്ല, ഞാൻ അന്യരുമായി സ്നേഹബന്ധത്തിലാണ്, അവരുടെ പിന്നാലെ ഞാൻ പോകും എന്ന് നീ പറഞ്ഞു. കണ്ടുപിടിക്കപ്പെടുമ്പോഴുള്ള കള്ളൻ്റെ ലജ്ജ പോലെ ഇസ്രായേൽ ഭവനം ലജ്ജിക്കും. അവരും അവരുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും പ്രവാചകന്മാരും നീ എൻ്റെ പിതാവാണ് എന്ന് മരത്തോടും നീ എന്നെ പ്രസവിച്ചു എന്ന് കല്ലിനോടും പറയുന്നു. കാരണം മുഖമല്ല, പുറമാണ് അവർ എൻ്റെ നേരെ തിരിച്ചിരിക്കുന്നത്. എന്നാൽ അവരുടെ അനർത്ഥകാലത്ത് എഴുന്നേറ്റ് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് അവർ പറയുന്നു. യൂദാ, നീ നിനക്കായി നിർമ്മിച്ച ദേവന്മാർ എവിടെ? നിന്റെ കഷ്ടകാലത്ത് നിന്നെ രക്ഷിക്കാൻ കഴിവുണ്ടെങ്കിൽ അവർ എഴുന്നേറ്റ് വരട്ടെ. നിന്റെ നഗരങ്ങളുടെ എണ്ണമനുസരിച്ചാണല്ലോ നിന്റെ ദേവന്മാരും. എന്തിനാണ് നിങ്ങൾ എന്നോട് കലഹിക്കുന്നത്? നിങ്ങളെല്ലാവരും എന്നോട് മറുതലിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ അരുളപ്പാട്. വെറുതെയാണ് ഞാൻ നിങ്ങളുടെ മക്കളെ പ്രഹരിച്ചത്, ശിക്ഷണം അവർ സ്വീകരിച്ചില്ല. നാശം വരുത്തുന്ന സിംഹത്തെപ്പോലെ നിങ്ങളുടെ വാൾ നിങ്ങളുടെ പ്രവാചകന്മാരെ വിഴുങ്ങി. ഈ തലമുറക്കാരായ നിങ്ങൾ കർത്താവിൻ്റെ പ്രവൃത്തി കാണുവിൻ. ഇസ്രായേലിന് ഞാൻ ഒരു മരുഭൂമിയോ അന്ധകാരദേശമോ ആയിരുന്നോ? ഞങ്ങൾ ചുറ്റിക്കറങ്ങുന്നു, ഇനി ഒരിക്കലും നിന്റെ അടുക്കിലേക്ക് വരികയില്ല എന്ന് എന്തുകൊണ്ടാണ് എൻ്റെ ജനം പറഞ്ഞത്? യുവതി തൻ്റെ ആഭരണം മറക്കുമോ? മണവാട്ടി തൻ്റെ അരപ്പട്ടയും? എന്നാൽ എണ്ണമറ്റ ദിനങ്ങളായി എൻ്റെ ജനം എന്നെ മറന്നിരിക്കുന്നു. കാമാന്വേഷണത്തിൻ്റെ പാതയിൽ നീ എത്ര സമർത്ഥയാണ്! തൽഫലമായി വേശ്യകളെപ്പോലും നീ നിന്റെ മാർഗങ്ങൾ പഠിപ്പിക്കുന്നു. നിരപരാധരായ ദരിദ്രരുടെ ജീവരക്തം നിന്റെ വസ്ത്രത്തിലും കാണപ്പെട്ടിരിക്കുന്നു. ഇവയെല്ലാമായിരുന്നിട്ടും ഭവനഭേദനത്തിനിടെ നീ അവരെ പിടികൂടിയില്ല. ഞാൻ നിഷ്കളങ്കയാണ്, അവൻ്റെ കോപം എന്നിൽ നിന്ന് തീർച്ചയായും മടങ്ങിപ്പോയിരിക്കുന്നുവെന്ന് നീ പറഞ്ഞു. ഇതാ, ഞാൻ പാപം ചെയ്തിട്ടില്ല എന്ന് നീ പറഞ്ഞതുകൊണ്ട് ഞാനിതാ നിന്നെ കുറ്റം വിധിക്കും. നിന്റെ മാർഗം മാറാൻ നിനക്കെത്രമാത്രം എളുപ്പമാണ്. അസീറിയയിൽ നിന്ന് നീ അപമാനിതയായതുപോലെ ഈജിപ്തിൽ നിന്നും നീ അപമാനിതയാകും. നിന്റെ തലയിൽ കൈവച്ചുകൊണ്ട് നീ അവിടെ നിന്നും ഇറങ്ങിത്തിരിക്കും. കാരണം നീ വിശ്വാസമർപ്പിച്ചവരെ കർത്താവ് നിരാകരിച്ചിരിക്കുന്നു. അവരെക്കൊണ്ട് നീ അഭിവൃദ്ധിപ്പെടുകയില്ല. യെസെക്കിയേൽ അധ്യായം 28. ടൈർ രാജാവിനെതിരെ. കർത്താവ് എന്നോട് ഇപ്രകാരം അരുൾ ചെയ്തു: മനുഷ്യപുത്ര, ടൈർ രാജകുമാരനോട് പറയുക, നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു. ഹൃദയത്തിൽ അഹങ്കരിച്ചുകൊണ്ട് നീ പറഞ്ഞു, ഞാൻ ദേവനാണ്, സമുദ്രമധ്യേ ദേവന്മാരുടെ സിംഹാസനത്തിൽ ഞാനിരിക്കുന്നു. എന്നാൽ നിന്റെ ഹൃദയം ഒരു ദേവന്റെ ഹൃദയം പോലെയാണെന്ന് നീ കരുതുന്നെങ്കിലും നീ ദേവനല്ല, മനുഷ്യൻ മാത്രമാണ്. ഇതാ, നീ ദാനിയേലിനേക്കാൾ ജ്ഞാനിയാണ്. ഒരു രഹസ്യവും നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല. നിന്റെ ജ്ഞാനം കൊണ്ടും വിവേകം കൊണ്ടും നീ ശക്തി ആർജിച്ചു. പൊന്നും വെള്ളിയും നീ നിന്റെ ഭണ്ഡാരത്തിൽ സംഭരിച്ചു. വ്യാപാരത്തിലുള്ള നിന്റെ വലിയ ജ്ഞാനത്താൽ നീ സമ്പത്ത് വർദ്ധിപ്പിച്ചു. നിന്റെ ശക്തിയിൽ നീ നിന്റെ ഹൃദയത്തിൽ അഹങ്കരിച്ചു. ആകയാൽ നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: നീ നിന്റെ ഹൃദയത്തെ ഒരു ദേവന്റെ ഹൃദയം പോലെ കണക്കാക്കി. അതിനാൽ ഇതാ, ഞാൻ ഭീകരരായ വിചിത്ര ജനതകളെ ഞാൻ നിന്റെ മേൽ കൊണ്ടുവരുന്നു. നിന്റെ ജ്ഞാനത്തിൻ്റെ മനോഹാരിതയ്ക്ക് നേരെ അവർ വാളൂരും. അവർ നിന്റെ തേജസ് കെടുത്തിക്കളയും. നിന്നെ അവർ പാതാളത്തിലേക്ക് തള്ളിയിടും. സമുദ്രമധ്യേ വധിക്കപ്പെട്ടവനെപ്പോലെ നീ മരിക്കും. നിന്നെ കൊല്ലുന്നവൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ ദേവനാണ് എന്ന് നീ ഇനിയും പറയുമോ? നിന്നെ മുറിവേൽപ്പിക്കുന്നവരുടെ കയ്യിൽ നീ ദേവനല്ല, വെറും മനുഷ്യനാണ്. അപരിച്ഛേദിതൻ്റേതിന് സമാനമായ ഒരു മരണം വിദേശികരുടെ കരത്താൽ നീ വരിക്കും. എന്തെന്നാൽ ഞാനാണ് പറഞ്ഞിരിക്കുന്നത്, നാഥനായ കർത്താവിൻ്റെ അരുളപ്പാട്. കർത്താവിനോട് ഇപ്രകാരം അരുൾ ചെയ്തു: മനുഷ്യപുത്ര, ടൈർ രാജാവിനെക്കുറിച്ച് ഒരു വിലാപഗാനം ഉയർത്തുക. അവനോട് പറയുക, നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: നീ സമ്പൂർണനും വിജ്ഞാനം തികഞ്ഞവനും സൗന്ദര്യസമ്പുഷ്ടനുമായിരുന്നു. നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിലായിരുന്നു. വിലയേറിയ രത്നങ്ങൾ, അതായത് മാണിക്യം, പുഷ്യരാഗം, സൂര്യകാന്തം, പത്മരാഗം, ചന്ദ്രകാന്തം, ഗോമേതകം
ഇന്ദ്രനീലം, വൈഢൂര്യം, മരതകം എന്നിവയെല്ലാമായിരുന്നു നിന്റെ ആവരണം. നിന്റെ ആഭരണങ്ങളും അലങ്കാര വസ്തുക്കളും സ്വർണ്ണ നിർമ്മിതിയായിരുന്നു. നീ സൃഷ്ടിക്കപ്പെട്ട ദിവസം തന്നെ അവ നിന്നിൽ ഒരുക്കപ്പെട്ടിരുന്നു. അഭിഷിക്തനായ ഒരു കാവൽ കെരൂബാണ് നീ. ഞാൻ നിന്നെ ദൈവത്തിൻ്റെ വിശുദ്ധഗിരിയിലാക്കി. തീക്കല്ലുകൾക്കിടയിൽ നീ സഞ്ചരിച്ചു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ അധർമ്മം നിന്നിൽ പ്രത്യക്ഷപ്പെട്ടതുവരെ നീ പൂർണ്ണനായിരുന്നു. വ്യാപാരത്തിൻ്റെ പെരുപ്പത്തിൽ അവർ നിന്നിൽ അക്രമം നിറയ്ക്കുകയും നീ പാപം ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഗിരിയിൽ നിന്ന് നിന്നെ ഞാൻ വിച്ഛേദിച്ചു. തീക്കല്ലുകൾക്കിടയിൽ കാവലായ കെരൂബേ, നിന്നെ ഞാൻ നശിപ്പിച്ചു. നിന്റെ സൗന്ദര്യത്തിൽ നിന്റെ ഹൃദയം അഹങ്കരിച്ചു. നിന്റെ മഹിമയ്ക്കായി ജ്ഞാനത്തെ നീ നശിപ്പിച്ചു. നിന്നെ ഞാൻ നിലത്തെറിഞ്ഞു കളഞ്ഞു. രാജാക്കന്മാർ നിന്നെ കാണേണ്ടതിന് നിന്നെ ഞാൻ അവരുടെ മുമ്പിലേക്ക് എറിഞ്ഞു. നിന്റെ ദുഷ്കൃത്യങ്ങളുടെ ആധിക്യവും വ്യാപാരത്തിലെ അനീതിയും നിമിത്തം നിന്റെ വിശുദ്ധ സ്ഥലങ്ങൾ നീ അശുദ്ധമാക്കി. നിന്റെ മധ്യത്തിൽ നിന്ന് ഞാനൊരു അഗ്നി പുറപ്പെടുവിച്ചു. അത് നിന്നെ ദഹിപ്പിച്ചു. നിന്റെ കാഴ്ചക്കാരുടെ എല്ലാം മുമ്പിൽ ഞാൻ നിന്നെ ഭൂമിയിൽ ചാരമാക്കി തീർത്തു. നിന്നെ അറിയുന്ന ജനതകൾ നിന്നെക്കുറിച്ച് സ്തബ്ധരാകും. നീ ഒരു വിനാശമായി എന്നേക്കുമായി ഇല്ലാതായിരിക്കുന്നു. സീദോനെതിരെ കർത്താവിനോട് ഇപ്രകാരം അരുൾ ചെയ്തു: മനുഷ്യപുത്ര, സീദോന് നേരെ നിന്റെ മുഖം തിരിച്ച് അവൾക്കെതിരായി പ്രവചിക്കുക. നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: സീദോൻ, ഇതാ ഞാൻ നിനക്കെതിരാണ്. നിന്റെ മധ്യേ ഞാൻ എൻ്റെ മഹത്വം പ്രകടിപ്പിക്കും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ എല്ലാവരും അറിയും. അവളിൽ ഞാൻ എൻ്റെ ന്യായവിധി നടത്തും. എൻ്റെ വിശുദ്ധി അവളിൽ ഞാൻ വെളിപ്പെടുത്തും. ഞാൻ അവരുടെ നേരെ പകർച്ചവ്യാധികൾ അയക്കും. അവരുടെ തെരുവീഥികളിൽ രക്തമായിരിക്കും. ചുറ്റും നിന്ന് അവൾക്കെതിരെ വരുന്ന വാളാൽ കൊല്ലപ്പെടുന്നവൻ അവരുടെ മധ്യത്തിൽ വീഴും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ അറിയും. ഇസ്രായേലിന് രക്ഷ. ഇസ്രായേൽ ഭവനത്തെ നിന്ദിച്ച അയൽക്കാരിലാരും മേലിൽ അതിന് കുത്തുന്ന മുൾപ്പടർപ്പോ മുറിപ്പെടുത്തുന്ന മുള്ളോ ആയിരിക്കുകയില്ല. ഞാനാണ് നാഥനായ കർത്താവെന്ന് അപ്പോൾ അവർ അറിയും. നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: ജനതകളുടെ ഇടയിൽ ചിതറിക്കിടക്കുന്ന ഇസ്രായേൽ ഭവനത്തെ ഒന്നിച്ചുകൂട്ടി ജനതകളുടെ മുമ്പിൽ വെച്ച് ഞാൻ എൻ്റെ വിശുദ്ധി അവരിൽ വെളിപ്പെടുത്തുമ്പോൾ എൻ്റെ ദാസനായ യാക്കോബിന് ഞാൻ നൽകിയ അവരുടെ ദേശത്ത് അവർ വസിക്കും. അവർ അവിടെ സുരക്ഷിതരായി വസിക്കും. അവർ തങ്ങളുടെ വീടുകൾ നിർമ്മിക്കുകയും മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുകയും ചെയ്യും. അവരോട് അവജ്ഞയോടെ പെരുമാറിയ ചുറ്റുമുള്ള എല്ലാവരുടെയും മേൽ ഞാൻ വിധി നടത്തുമ്പോൾ അവർ സുരക്ഷിതരായി വസിക്കും. ഞാനാണ് തങ്ങളുടെ ദൈവമായ കർത്താവെന്ന് അപ്പോൾ അവർ അറിയും. സുഭാഷിതങ്ങൾ അധ്യായം 14, വാക്യങ്ങൾ 9 മുതൽ 12 വരെ. വിഡ്ഢികൾ പ്രായശ്ചിത്തത്തെ പരിഹസിക്കുന്നു. ധർമ്മിഷ്ഠർക്കിടയിൽ അത് പ്രീതികരമാണ്. ഹൃദയമാണ് ആത്മനൊമ്പരം അറിയുന്നത്. അതിൻ്റെ സന്തോഷത്തിൽ അപരിചിതൻ പങ്കാളിയാവുകയില്ല. ദുഷ്ടരുടെ ഭവനം നിശൂന്യമാക്കപ്പെടും. ധർമ്മിഷ്ഠരുടെ കൂടാരം പുഷ്പിക്കും. ഒരുവൻ്റെ മുമ്പിൽ ശരിയായ വഴിയുണ്ടെങ്കിലും അതിൻ്റെ അന്തത്തിൽ മരണവഴികളുണ്ടാകാം. പ്രിയമുള്ളവരെ, 225 ദിവസത്തിലേക്ക് വചനവായന എത്തി നിൽക്കുന്നു. നല്ല ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. നിങ്ങളുടെ തീഷ്ണതയ്ക്ക് നിങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഇന്ന് ജെറമിയ പ്രവചനം 2-ാം അധ്യായത്തിലൂടെ ദൈവഹൃദയത്തിലെ ഒരു വിലാപമാണ് അവതരിപ്പിക്കപ്പെട്ടത്. എത്രമാത്രം കരുതലോടെയും ശ്രദ്ധയോടെയും ദൈവം തിരഞ്ഞെടുത്ത് ദുർഘടമായ വഴികളിലൂടെ മരുഭൂമിയിലൂടെ നയിച്ച് പാലും തേനും നിറഞ്ഞ ഒരു ദേശത്ത് കൊണ്ടുവന്ന് അവിടെ വാസമുറപ്പിക്കാൻ ഇടയാക്കിയ ജനം എത്ര പെട്ടെന്നാണ് മിഥ്യയെ അനുധാവനം ചെയ്ത് തങ്ങളുടെ വില നഷ്ടപ്പെടുത്തിയത്, വിലകെട്ടവരായി മാറിയത് എന്ന് ദൈവം ചോദിക്കുകയാണ്. നിങ്ങൾ എന്നിൽ എന്ത് അനീതി കണ്ടിട്ടാണ് എന്നിൽ നിന്ന് അകന്നുപോയത്? എല്ലാ നന്മകളും ലഭിച്ച് കഴിഞ്ഞപ്പോൾ ദൈവം എവിടെ എന്ന് ജനം ചോദിച്ചില്ല. ഇതേ അപകടം നമ്മുടെ ജീവിതത്തിലും ആവർത്തിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് നന്മകളെല്ലാം തരുന്നത് ദൈവമാണ് എന്ന് എപ്പോഴും നമ്മൾ നമ്മുടെ ഹൃദയത്തെ പഠിപ്പിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നന്മകളുടെ ആധിക്യത്തിൽ നമ്മളുടെ ഹൃദയം ആ നന്മകളിലേക്ക് മാത്രം തിരിയുകയും അവയെല്ലാം നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ പരിശ്രമം കൊണ്ടോ നമ്മൾ നേടിയെടുത്തതാണെന്ന് വിചാരിക്കുകയും ചെയ്ത് എല്ലാ നന്മകളുടെയും ദാതാവായ ദൈവത്തെ മറന്നു പോകാനിടയുണ്ട്. ഒരു വലിയ സമൃദ്ധമായ മീൻപിടുത്തം പ്രഭാതത്തിൽ നടത്തി കഴിയുമ്പോൾ, ലൂക്കാസ് വിശേഷത്തിൻ്റെ 5-ാം അധ്യായത്തിലേതാണ്, പത്രോസ് നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹം വല കീറാറായി തുടങ്ങുന്ന സമയത്ത്
കൂട്ടുവഞ്ചിക്കാരും കൂടി വന്നിട്ട് മാത്രം മത്സ്യം ശേഖരിക്കാൻ കഴിയുന്ന ആ സമയത്ത് പത്രോസ് പറയുന്നത്, എനിക്കൊരുപാട് മീൻ കിട്ടി എന്നല്ല, കർത്താവേ, ഞാൻ അശുദ്ധനാണ്, എൻ്റെ പക്കൽ നിന്ന് അകന്നു പോകണമേ എന്നാണ്. അതായത് നന്മകൾ നൽകപ്പെടുമ്പോൾ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ദൈവത്തിലേക്കാണ്. ദൈവമാണിത് തന്നത് എന്നാണ്. അത് കർത്താവാണ് എന്ന് പറയാൻ കഴിയുന്ന വിധത്തിൽ നന്മകളുടെ പിന്നിലെ ദൈവത്തെ നമ്മൾ കാണാതെ പോയാൽ ഇതുപോലെ നമ്മൾ ദൈവത്തെ മറക്കാൻ ഇടയുണ്ട്. 2 തിന്മകൾ ജനത പ്രവർത്തിച്ചുവെന്നാണ് ദൈവത്തിൻ്റെ ആരോപണം. ഒന്ന്, ജീവജലത്തിൻ്റെ ഉറവയായ ദൈവത്തെ ഉപേക്ഷിച്ചു. വെള്ളം ശേഖരിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ തങ്ങൾക്കായി കുഴിച്ചു. അതുകൊണ്ട് ജനത്തിന് നേരെ വരുന്ന ശിക്ഷാവിധി ദൈവം അയക്കുന്ന ശിക്ഷയല്ല, മറിച്ച് നിങ്ങളുടെ തന്നെ ദുഷ്ടതയായിരിക്കും നിങ്ങളെ ശിക്ഷണ വിധേയമാക്കുന്നത്. നിന്റെ അവിശ്വസ്തതകളാണ് നിനക്ക് ശിക്ഷ കൊണ്ടുവന്ന് തരുന്നത്. ദൈവത്തെ ഉപേക്ഷിക്കുന്നത് എത്ര വേദനാജനകമാണെന്ന് വരാൻ പോകുന്ന ദുഃഖങ്ങളിലൂടെ അനുഭവിച്ച് അറിയുകയും ചെയ്യും. അതുകൊണ്ട് ദൈവം ആരെയും ശിക്ഷിക്കുന്നില്ല, മറിച്ച് ഓരോരുത്തരും അവരവരുടെ പ്രവൃത്തികളുടെ ഫലം ഏറ്റുവാങ്ങുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, കർത്താവ് പറയുന്ന മറ്റൊരു ആരോപണം നിങ്ങളെന്നെ മറന്നു കളഞ്ഞു എന്നുള്ളതാണ്. ഒരു മണവാട്ടി തൻ്റെ ആഭരണങ്ങളോ, ഒരു യുവതി തൻ്റെ ആഭരണങ്ങളോ, മണവാട്ടി തൻ്റെ വിവാഹ വസ്ത്രമോ മറക്കാറില്ല. എന്നാൽ എൻ്റെ മണവാട്ടിയായ, എൻ്റെ സ്വന്തമായ, ഞാൻ സ്നേഹിച്ച് സ്വന്തമാക്കിയവളായ യൂദ എന്നെ എണ്ണമറ്റ ദിനങ്ങളായി മറന്നിരിക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ വേദനാജനകമായ ഒരു ആരോപണം. മാത്രമല്ല, ഒടുവിലായി ജെറമിയ ഏറ്റവും കഠിനമായി കുറ്റപ്പെടുത്തുന്ന ജനത്തിൻ്റെ സ്വഭാവം, ഞാൻ പാപം ചെയ്തിട്ടില്ല എന്ന് അവർ പറയുകയാണ്. ഞാൻ നിഷ്കളങ്കയാണ്, ദൈവത്തിന് എന്നോട് കോപമില്ല, ഞാൻ പാപം ചെയ്തിട്ടില്ല. ഒടുവിൽ നമ്മൾ ശിക്ഷിക്കപ്പെടാൻ പോകുന്നത് ചെയ്ത പാപങ്ങളുടെ പേരിലല്ല, പാപം ചെയ്തു എന്ന തിരിച്ചറിവില്ലാത്തതിൻ്റെ പേരിലാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ, എനിക്ക് പാപബോധം തരണമേ എന്നാണ്. എനിക്ക് പശ്ചാത്തപിക്കുന്ന, എപ്പോഴും വിലാപം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു ഹൃദയം തരണമേ എന്ന് നമ്മൾ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. എസെക്കിയേൽ പ്രവചനത്തിലേക്ക് വരുമ്പോൾ 28-ാം അധ്യായം തിരുസഭയുടെ പ്രബോധനമനുസരിച്ച് മാലാഖ പിശാചായി മാറിയതിന് ആധാരമായി നൽകപ്പെടുന്ന വചനഭാഗങ്ങളിലെ ഒരു വചനഭാഗം ഈ എസെക്കിയേൽ 28 അതായത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, 28-ാം അധ്യായം പറയുന്നത് 2 വ്യക്തികളെക്കുറിച്ചാണ്. പ്രത്യക്ഷത്തിൽ ഇത് ടൈർ രാജാവിനെതിരെയുള്ള ഒരു പ്രവചനമാണെന്ന് തോന്നുമെങ്കിലും ടൈർ രാജാവിൻ്റെ പിന്നിൽ ടൈർ രാജാവിൻ്റെ പ്രവൃത്തികളെ നിയന്ത്രിക്കുന്ന ഒരു പൈശാചിക അരൂപി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ 28-ാം അധ്യായത്തിലെ പ്രവചനം ടൈർ രാജാവിനെതിരെയും ടൈർ രാജാവിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രിൻസ് ഓഫ് ടൈർ, ആ ടൈർ രാജ്യത്തിൻ്റെ അരൂപിക്കെതിരെയും ആണ്. ഇങ്ങനെ 2 വ്യത്യസ്ത വ്യക്തികൾക്കെതിരെയാണ് ഈ അധ്യായമെന്ന് മനസ്സിലാക്കിയാലേ നമുക്കതിൻ്റെ പൂർണ്ണമായ അർത്ഥം ഗ്രഹിക്കാൻ കഴിയുകയുള്ളൂ. ഇതിൻ്റെ ആദ്യ ഭാഗത്ത് ടൈർ രാജാവിനെ നീ ഒരു മനുഷ്യനാണ് എന്ന വിധത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് അവൻ്റെ അഹങ്കാരത്തെക്കുറിച്ചും അവൻ്റെ തന്നിൽ തന്നെയുള്ള ആശ്രയത്തെക്കുറിച്ചും പറഞ്ഞതിന് ശേഷം പിന്നീട് അവൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അരൂപിയെക്കുറിച്ച് നമ്മൾ 12-ാമത്തെ വാക്യം മുതൽ വായിക്കുന്നു. അത് ലൂസിഫർ എന്ന അധപ്പതിച്ച പൈശാചിക അരൂപിയാണ് ഈ ടൈർ രാജാവിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതായി വായിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് സമ്പൂർണനായ, വിജ്ഞാനം തികഞ്ഞവനായ, സൗന്ദര്യസമ്പുഷ്ടനായ, ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിൽ അധിവസിച്ചിരുന്ന, വിലയേറിയ രത്നങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരുന്ന, അഭിഷിക്തനായ ഒരു കാവൽ കെരൂബായിരുന്ന ലൂസിഫർ തിക്കലുകൾക്കിടയിലൂടെ സംഭവിക്കുകയും പൂർണ്ണതയിൽ എപ്പോഴും ദൈവദൂതന്മാരുടെ ആ ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുകയും ചെയ്ത ലൂസിഫർ അധർമ്മം പ്രത്യക്ഷപ്പെട്ട നാള് വരെ പൂർണ്ണനായിരുന്നു. എന്നാൽ അവൻ പിന്നീട് അഹങ്കാരിയായി മാറുകയും പാപം ചെയ്യുകയും ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ ഗിരിയിൽ നിന്ന്, ദൈവത്തിൻ്റെ മലയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടു. 2 ആരോപണങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 1, നിന്റെ സൗന്ദര്യത്തിൽ നിന്റെ ഹൃദയം അഹങ്കരിച്ചു. 2, നിനക്ക് ദൈവം നൽകിയ നന്മകളും
ജ്ഞാനവുമെല്ലാം നിന്റെ മഹത്വത്തിനായി നീ ഉപയോഗിച്ചു. അങ്ങനെ നീ ഭൂമിയിലേക്ക് എറിയപ്പെട്ടു. അങ്ങനെ നീ സ്വർഗത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുകയും ചെയ്തു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഹൃദയത്തിലെ അഹങ്കാരവും ദൈവം നൽകിയ കഴിവുകൾ നമ്മുടെ മഹത്വത്തിനും നമ്മുടെ നേട്ടത്തിനും നമ്മുടെ ഗ്ലോറി വർദ്ധിപ്പിക്കുന്നതിനുമായി ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവല്ല, പൈശാചിക അരൂപിയാണ് എന്ന ശക്തമായ ഒരു സൂചന കൂടി ഇവിടെ നൽകപ്പെടുന്നുണ്ട്. കർത്താവായ ദൈവമേ, ഈ പ്രഭാതത്തിനായി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് എത്രമാത്രം കരുതലോടാണ് ഓരോ ദിവസവും ഞങ്ങളെ നയിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ കർത്താവെ, നന്ദി കൊണ്ട് ഞങ്ങളുടെ ഹൃദയം നിറയുന്നുണ്ട്. ഞങ്ങളെ അങ്ങ് നയിക്കുന്ന വഴികളെല്ലാം ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾക്ക് ദൈവം നൽകിയ നന്മകളിൽ ഞങ്ങളുടെ ഹൃദയം അഹങ്കരിക്കുന്നവരായി മാറരുതേ എന്ന് എന്നും കർത്താവെ താഴ്മയോടെയും എളിമയോടെയും ജീവിക്കാൻ ഓരോ ദിവസവും ഞങ്ങളെ സഹായിക്കണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിലകെട്ടവയ്ക്ക് വേണ്ടി ഞങ്ങളുടെ മഹിമയും മഹത്വവും നഷ്ടപ്പെടുത്താതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നും ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ദൈവമേ, ജീവജലത്തിൻ്റെ ഉറവയായി അങ്ങയെ ഉപേക്ഷിച്ച് പൊട്ടക്കിണറുകളുടെ പിന്നാലെ പായാനുള്ള ഞങ്ങളുടെ വീണുപോയ മനുഷ്യപ്രകൃതിയുടെ സ്വാഭാവിക വാസനകളെ കുരിശിലീശോ നേടിത്തന്ന കൃപയാൽ അതിജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നും ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ ആത്മ മണവാളനാണ് എന്ന് തിരിച്ചറിയാനും കുറ്റം സമ്മതിക്കാനുമുള്ള, കുറ്റം ഏറ്റുപറയാനുമുള്ള കൃപ ഞങ്ങൾക്ക് അങ്ങ് നൽകണമേ എന്നും ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. കർത്താവെ, ഈ വചനവായനയിൽ തീഷ്ണതയോടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ കുടുംബത്തെ അങ്ങ് പ്രത്യേകം അനുഗ്രഹിക്കണമേ. ഈ മകനെയും മകളെയും ഇപ്പോൾ കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. ഇവരുടെ ജീവിതത്തിലെ നിരവധിയായ ദുഃഖങ്ങളും ആകുലതകളും രോഗങ്ങളും കടബാധ്യതയും തകർച്ചകളുമൊക്കെ കർത്താവ് ഈ വചനവായനയിലൂടെ ആ കൃപ സമാഹരിക്കപ്പെട്ട് കർത്താവെ, അത് അത്ഭുതകരമായി ആ മേഖലകളിലെല്ലാം മോചനം കിട്ടുന്നത് കാണാൻ നല്ല ദൈവം സഹായിക്കണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ദൈവമേ, ഒരു നല്ല ദിവസം ഞങ്ങൾക്ക് തന്നതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകളിൽ എന്നെയും ഓർക്കണമേ എന്ന് വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഈ വചനവായനയിൽ തീഷ്ണതയോടെ മുന്നോട്ട് പോകാം. നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട്, സുഹൃത്തുക്കളോട് ഈ വചന വായന പദ്ധതിയെക്കുറിച്ച് നിങ്ങൾ പറയുകയും അതൊരു സുവിശേഷ വേലയായി ചെയ്യുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്കെത്താൻ ഞാൻ ഒത്തിരി ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നു. അതുവരെയും നിങ്ങൾ അറിയണം, ഞാൻ ഡാനിയലച്ചൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുവരെ നമുക്ക് സ്നേഹിക്കാം, പ്രാർത്ഥിക്കാം, ഈശോയെ പങ്കുവെക്കാം. മഹത്വം യേശുവിന് മാത്രം. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.